ആ സ്റ്റെയറിന്റെ ഏരിയയിൽ നമ്മൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടില്ലേ? കാണാലോ? ആ കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഓക്കെ അല്ലേ? അതെ. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, പിന്നെ ഡൈനിങ് ഏരിയ. ഇതിന് കളർ തീം തന്നിട്ടുണ്ടോ? കേട്ടില്ല. കളർ തീം നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല 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 ഇല്ല, എല്ലാത്തിന്റെ അയച്ചില്ല. കിച്ചന്റെ ഒക്കെ അയച്ചിട്ടേ ഉള്ളൂ. കിച്ചന്റെ അയച്ചിട്ടുണ്ടായിരുന്നു. അയച്ചിട്ടുള്ളൂ. ഡൈനിങ് ഏരിയയിൽ നമ്മൾ വേറെ മാറ്റമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ഇല്ല. നമുക്ക് പിന്നെ പറഞ്ഞത് സീലിംഗില് ലൈറ്റ് കൊടുക്കുന്ന കാര്യമില്ലായിരുന്നോ? അതെ 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 അതെ. അങ്ങനെയാണെങ്കിൽ സീലിംഗിൽ ലൈറ്റ് കാണിക്കാം. ഫസ്റ്റ് വരും നമ്മുടെ ലിവിംഗ് റൂമിന്റെ ബാക്കിൽ വരുന്ന റൂമില്ലേ? ലിവിംഗ് റൂമിന്റെ ബാക്കിൽ വരുന്ന, തൊട്ട് ബാക്കിൽ വരുന്ന ആ റൂമിൽ നമ്മൾ ഫാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗിൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതല്ലായിരുന്നു ഉദ്ദേശിച്ചേ? പിന്നെ നമ്മളിവിടെ AC കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് കാണിക്കാതെ. AC ഈ സൈഡിലായിട്ടല്ലേ കൊടുക്കാൻ ഉദ്ദേശിച്ചത്? അതായത് നമ്മുടെ ഈ വശത്തായിട്ട്. പിന്നെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കിച്ചണിന്റെ ആ ഒരു ഏരിയ വരുന്നത്. ഒരു മിനിറ്റ്, ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ടല്ലോ, അവിടുത്തെ നമ്മൾ ഇതുപോലെ തന്നെ സീലിംഗിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സെയിം സെക്കൻഡ് കാണിക്കാതെ. ഇവിടെയായിട്ട് നമ്മൾ 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബെഡ്റൂം, രണ്ടാമത്തെ ബെഡ്റൂം, അതായത് കിച്ചണിന് അടുത്ത് വരുന്ന ബെഡ്റൂമില്, ആ ബെഡ്റൂമിൽ അവിടെ നമ്മൾ ഇതുപോലെ തന്നെ സീലിംഗ് ആണ് കൊടുത്തത്. ഇവിടെ നമ്മളൊരു 3 എണ്ണമാണ് ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയയുടെ ഇതും വരുന്നുണ്ടല്ലോ. ഇവിടെ ഒരു 3 എണ്ണം. ഇനി ഇവിടെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ AC കൊടുത്തിട്ടുണ്ട്, ഫാനും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കിച്ചണിന്റെ ഏരിയയില് ലൈറ്റ് നമ്മള് കിച്ചണിന്റെ ഏരിയയിൽ ലൈറ്റ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 4 എണ്ണം വീതം വെച്ച് കൊടുക്കുന്നത്. കിച്ചണിൽ നമ്മൾ സീലിംഗ് ലൈറ്റ് മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ, വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. ഫാൻ വെക്കുന്നുണ്ടോ? ഫാൻ ആഡ് ചെയ്യുന്നുണ്ടോ? മറ്റേ കേബിൾ ഫാൻ വെക്കാട്ടാ. ടേബിൾ ഫാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മറ്റേ നമ്മള് ഹാളിലൊക്കെ ഫിറ്റ് ചെയ്തേക്കുന്ന പോലെ എവിടെയായിട്ടാണ് വെക്കേണ്ടത്? ഇവിടെ നമ്മുടെ കൗണ്ടർ ഉണ്ട് കേട്ടോ. ഞാൻ ഹൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ കൗണ്ടർ വരുന്ന ഒരു ഏരിയ ഈ വോള്. പിന്നെ നമുക്ക് വരുന്ന വോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആണ്. പക്ഷെ ഇത് ഡോർ ഓപ്പൺ ചെയ്ത് പോകുമ്പോൾ അപ്പൊ പിന്നെ നമുക്ക് സീലിംഗ് ഫാൻ തന്നെ കൊടുത്താൽ മതി അല്ലേ? സീലിംഗ് ഫാൻ ഓക്കെ. ഇവിടെ ഒരു സീലിംഗ് ഫാൻ കൊടുത്താൽ മതി. ലൈറ്റ് വരുന്ന അല്ലാതെ നോർമൽ അല്ലേ ഫാൻ ഉദ്ദേശിക്കുന്നത്? അതെ. വേറെ ഇല്ലല്ലോ അവിടെ. നമ്മൾ ഫാനും ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇനിയിപ്പോ നമുക്ക് കളർ ആഡ് ചെയ്യാനും. ഫ്ലോറിങ്ങിന്റെ കളറൊക്കെ പറഞ്ഞായിരുന്നോ? ഫ്ലോറിങ്ങിന്റെ കളർ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങള് അടുക്കളയിലെ കിച്ചൺ കബോർഡിന്റെ കളർ പറഞ്ഞായിരുന്നു. അതിന് മാച്ചിങ് ടൈലും അങ്ങനെയാണെങ്കിൽ മാഡം
ഗ്രൗണ്ട് ഫ്ലോറിലെ ഓരോ റൂമിനും വേണ്ട കളർ തീമുകൾ നമുക്കൊന്ന് ഇടുവാണെങ്കിൽ നല്ലതായിരുന്നു. ഹലോ, കേട്ടു കേട്ടു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ കാണിക്കട്ടെ. ഓക്കെ. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കയറി വരുന്നിടത്ത് ഒരു ഡൗട്ട് ഉണ്ട്. അതായത് നമ്മൾ കയറി വരുന്ന ഈ ഒരു പാസേജിലാണോ സീലിംഗ് ഫാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത്? അല്ല, ഇത് കുറച്ചും കൂടെ നീങ്ങിയിട്ടല്ലേ സീറ്റിങ്ങിന്റെ സോഫയിന്റെ സീറ്റിങ്ങിന്റെ അടുത്ത് അടുത്തായിട്ടല്ലേ വരിക. വെച്ചാൽ മതി. അതെ അതെ. സീറ്റിങ്ങിന്റെ അടുത്ത് നമ്മളപ്പോ ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഡൗട്ട് വന്ന പാസേജിന്റെ അവിടെ ഒരെണ്ണം വേണോ എന്നൊരു ഡൗട്ട്. അവിടെ വേണ്ട, അവിടെ വേണ്ടി വരും. ഇത് മതി. ഓക്കെ, ഇവിടെ നമ്മൾ അല്ലാണ്ട് താഴത്തെ പോലെ തന്നെ ലൈറ്റ്സുകൾ കൊടുത്തേ. വേറെ സീലിംഗിൽ ലൈറ്റുകൾ വേണ്ടല്ലോ, സീലിംഗ് ഒന്നും വേണ്ടല്ലോ. വേണ്ട. ഇവിടെ എന്തെങ്കിലും ആഡ് ചെയ്യണോ വല്ലതും ഉണ്ടോ? അവിടെ ഇല്ല. മറ്റേ ഡബിൾ ഹൈറ്റിലേക്ക്, സീലിംഗിന്റെ ഡബിൾ ഹൈറ്റിലേക്ക് ലൈറ്റ് ഉണ്ടാവില്ലേ, ഹാങ്ങിങ് ലൈറ്റ് ഉണ്ടാവില്ലേ, ഹാങ്ങിങ് ലൈറ്റ്സുകളോ? ഡബിൾ ഹൈറ്റിൽ വരുന്നത്. സാർ ഇച്ചിരി സൗണ്ടിൽ ഒന്ന് പറയാമോ? അതായത് ആ സീലിംഗിന് ഡബിൾ ഹൈറ്റ് ഷാൻഡിലിയർ പോലത്തെ ഡബിൾ ഹൈറ്റ് വരുന്നില്ലേ സീലിംഗിന്റെ, ഈ ലിവിംഗ് റൂമിന്റെ ആ സീലിംഗിൽ ഒരു ലൈറ്റ് കൊടുക്കാവോ? സീലിംഗില് ആ ലൈറ്റ് കൊടുക്കാം. നമ്മുടെ ഇതുപോലെ തന്നെ ലൈറ്റ് ആണോ? അതെ, കുറച്ച് വലിപ്പമുള്ള ഇതാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ഷാൻഡിലറുകളാണോ ഞാൻ കാണിക്കാം? അതെ 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 അതെ. മോഡലുകൾ കാണിക്കാവേ. ഗ്രീൻ കാണാലോ. ഓക്കെ, സെക്കൻഡ് വണ്ണൊക്കെ കൊടുക്കാം. ഓക്കെ, കണ്ടു. സെക്കൻഡ് വണ്ണൊക്കെ കൊടുക്കാം, ഒരു ബ്രൗൺ. അതെ അതെ, അതൊക്കെ കൊടുക്കാം. ഷാൻഡിലർ മാത്രമല്ലേ നമ്മൾ ഇവിടെ കൊടുക്കുന്നുള്ളൂ, അതായത് നമ്മൾ ഡബിൾ ഹൈറ്റ് വരുന്ന സീലിംഗിൽ. അതെ 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 അതെ. ഇവിടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണോ? ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പറിന്റെ ഡിസൈൻ ആണോ നമ്മൾ ഉദ്ദേശിച്ചത്? അവിടെ വാൾപേപ്പർ ആണ് ഇവിടെ വരുന്നത്. അതെ. പിന്നെ വരുന്നത് ഇവിടുത്തെ ഒരു ബെഡ്റൂം ഉണ്ടല്ലോ. ഒരു മിനിറ്റ്. ഇവിടെ നമ്മൾ ഈ ബെഡ്റൂമിൽ AC ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്നതിന്റെ ഓപ്പോസിറ്റ് വരുന്ന വോളിൽ നമ്മുടെ 3 കള്ളിയുള്ള ഒരു വിൻഡോ ഉണ്ടല്ലോ, ആ വിൻഡോയുടെ അവിടെ നമ്മൾ AC ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടില്ലേ? പിന്നെ ഇവിടെ നമ്മൾ ഫാന്, അതുപോലെ തന്നെ സീലിംഗിൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കാണാലോ? ബേ വിൻഡോന്റെ അവിടെ ലൈറ്റ് ഉണ്ടോ? ബേ വിൻഡോയുടെ അവിടെ നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടില്ല, വേണോ? ബേ വിൻഡോയുടെ അവിടെ ലൈറ്റ് വേണം. അതെങ്ങനത്തെയാണ് ഉദ്ദേശിക്കുന്നത്? ഹാങ്ങിങ് ആണോ? ഹാങ്ങിങ് അല്ല, അല്ലാതെ ഇതുപോലെ സീലിംഗിൽ കൊടുത്തിരിക്കുന്ന പോലെ. എങ്ങനെയാണ്? ഇപ്പൊ സീലിംഗിൽ കൊടുത്തില്ലേ അതുപോലെ തന്നെ രണ്ടറ്റത്ത് ഇതിനകത്താണോ നമ്മുടെ ഈ അതെ അതെ അകത്താണ്. രണ്ടെണ്ണം വീതം വെച്ച് കൊടുക്കണം. അത് എല്ലാത്തിനും വേണം കേട്ടോ. അതായത് നമ്മുടെ ഇവിടെ ഈ താഴത്തതും അതേപോലെ തന്നെ കൊടുക്കും. രണ്ടെണ്ണം ഉണ്ടല്ലോ, അതിനും വേണം. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ മാറ്റില്ലല്ലോ. ഇല്ല. ഇവിടെ ഇപ്പൊ ഒരു ലൈറ്റിന്റെ കേസേ ഉള്ളൂ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറില്. പിന്നെ നമ്മുടെ ബാത്റൂമില് അവിടെ ഒരു ടേബിളിന്റെ ഒരു സംഭവം പറഞ്ഞായിരുന്നു. താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഇവിടെ അവിടെ ആയിട്ട് ടേബിളും കൂടെ നമ്മൾ താഴത്ത് ചെയ്തില്ല, അത് സെയിം ആയിട്ടാണ് ചെയ്യുന്നത്. സെയിം സാധനം തന്നെ. അതെ. ഓക്കെ, വേറെ മാറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ചേഞ്ചസ് വന്നിരിക്കുന്നത്, ഒന്ന് ലിവിംഗ് റൂമിന്റെ അവിടെ ഒരു ഷാൻഡിലറും, ഇവിടെ ബേ വിൻഡോ വന്നിരിക്കുന്ന റൂമുകളില് ലൈറ്റ്സുകൾ, ബേ വിൻഡോയ്ക്കകത്ത് ലൈറ്റ്സും, പിന്നെ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഈ റൂമില് ഒരു ടേബിളും കൊടുക്കുക. ഈ റൂമിലും പാരന്റ്സ് റൂമിലും വേണം, എവിടെയും വേണം, എല്ലാത്തിലും വേണം. ഈ ബേ വിൻഡോ വന്നിരിക്കുന്നതിന്റെ ആണോ? അല്ലല്ല, ഈ ബേ വിൻഡോ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ ലൈറ്റ് വേണം. ടേബിള് വരുന്നതാണോ? ടേബിളും കബോർഡും കൂടെ വരുന്ന രീതിക്ക്. അതെ. ഓക്കെ, ഇത്രയല്ലേ ചേഞ്ചസ് ഉള്ളൂ? അത്രേ ഉള്ളൂ. അപ്പൊ സാർ നമുക്ക് മറ്റേ കളറും അങ്ങനത്തെ തീമിന്റെ ഒന്ന് അയച്ചു തരുവാണെങ്കിൽ അതും കൂടെ വർക്ക് ചെയ്ത് ഉടനെ അപ്ഡേറ്റ് ചെയ്യാം.
ഓക്കെ. കളർ അയച്ചു തരായിരുന്നു പറഞ്ഞായിരുന്നു, പക്ഷെ അയച്ചു തന്നില്ല. ആണോ? ഒന്നൊന്ന് ചോദിക്കട്ടെ. ആ ചേച്ചി കളർ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു ഇവരോട്. മണികാന്തിന് കളർ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. അല്ല, അനു ഒന്ന് കൊടുത്ത് പറഞ്ഞെന്ന് തോന്നുന്നു. ഇവര് ചോദിച്ചിട്ടുണ്ട് അവർക്കൊന്ന് അയച്ചു കൊടുക്കാവൂന്ന്. അതായത് ബെഡ്റൂമിന്റെ ലിവിങ്, ബെഡ്റൂം, ഡൈനിങ്. ഓക്കെ. ഹലോ, ആ പറഞ്ഞോളൂ. നമ്മുടെ ഉള്ള റെഫറൻസുകൾ നമ്മളൊരു 3 മണിക്കുള്ളിൽ അയച്ചു തരാവേ. ഓക്കെ. ഓക്കെ. അത് നോക്കിയിട്ട് അതിൽ ഏത് കളർ തീമാ വേണ്ടതെന്ന് നോക്കിയാലും മതി. അല്ലെങ്കിൽ വേറെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കുന്ന, നമ്മളോട് പറയുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു. അതിപ്പോ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമിന്റെ പിക്ക് ഇട്ടാൽ മതിയല്ലോ. മതി. ഇപ്പം നമുക്കിപ്പം പേരൻസ് ബെഡ്റൂമിന് ഇത് എല്ലാ ബെഡ്റൂമിനും ഒരു തീമാണെങ്കിൽ അങ്ങനെ ഇടുക. അതായത് ഈ തീമിൽ തന്നെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണ്, വൈറ്റും ഒരു ഗ്രീനും കളർ ടച്ചിൽ പോവാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ ബെഡ്റൂമിലെങ്കിൽ അങ്ങനെ മാത്രം പറയുക. അല്ലാതെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട്, ഇപ്പോൾ കിഡ്സ് ബെഡ്റൂം ഉണ്ടെങ്കിൽ അതിന് ഒരു തീം, മാസ്റ്റർ ബെഡ്റൂമിന് ഒരു തീം, പേരൻസ് ബെഡ്റൂമിന് ഒരു തീം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ പറഞ്ഞാലും മതി. മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. ശരി. ഓക്കെ. താങ്ക് യു.